അയ്യോ, നമ്മൾ ഇത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആഴ്ചയിൽ എന്തായാലും ഒരു 2-3 ആത്മഹത്യകൾ, സ്ത്രീധന ആത്മഹത്യകൾ അല്ലെങ്കിൽ ഭർത്തൃപീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യകൾ നമ്മൾ കണ്ടുവരികയാണ്. അപ്പൊ ഇതൊക്കെ വളരെ എന്താ പറയണ്ടേ, നമുക്ക് കണ്ടിട്ട് തന്നെ വളരെ വിഷമം തോന്നും. കാരണം ഒരു കുട്ടിക്ക് 10 മാസം ആയിട്ടേ ഉള്ളൂ, അടുത്ത കുട്ടി ഗർഭിണി. ആ ഗർഭിണിയുടെ വയറ്റിലേക്ക് അതുപോലെ തൊഴിച്ചു എന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ മെസ്സേജസ് ഒക്കെ നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആ ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന്റെ അമ്മയും ഈ പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു സ്നേഹവും നിങ്ങളൊന്ന് ഓർക്കണം, 10 മാസം പ്രായമുള്ള ഒരു പെണ്ണിന് അതിന്റെ ആ പ്രസവിച്ച ഡിപ്രഷൻ തന്നെ മറികടക്കാനുള്ള ഒരു സ്റ്റേജ് ആയിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കി, ഈ 10 മാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്തോരം സ്ട്രഗിൾ ചെയ്യണം. ആ കുഞ്ഞിനെ ഒരു വീഴാനോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്താനായിട്ട് നമ്മൾ 24 മണിക്കൂറും 4 കണ്ണ് തുറന്ന് വെച്ചിരുന്നാലേ നമുക്ക് ആ കുഞ്ഞുങ്ങളെ നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പൊ ആ ഡിപ്രഷൻ തന്നെ ആ പെണ്ണ് കയറി വന്നിട്ടില്ല. അതിനു മുമ്പേ രണ്ടാമത്തെയും പ്രഗ്നന്റ് ആയി. അപ്പൊ എനിക്ക് തോന്നി കുട്ടിക്ക് കടുത്ത അവിടുന്ന് വലിയ തോതിലുള്ള മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അവളെ ശാരീരികമായും മാനസികമായും ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ആ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റാതായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പുറത്ത് അവൾക്ക് സ്വന്തം വീടുണ്ട്, അവൾക്ക് അമ്മയുണ്ട്. അമ്മ ജീവിച്ചിരിക്കുക ഈ ലോകത്ത് അമ്മമാര് കൊടുക്കാത്തൊരു പിന്തുണയുണ്ടോ പെൺകുട്ടികൾക്ക്? അഥവാ ആ കുട്ടിക്ക് തിരിച്ചു വരാനായിട്ടുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എന്താണ് ഇവരുടെയൊക്കെ വീടിന്റെ അവസ്ഥ, എന്താണ് ഇവരൊക്കെ വളർന്നു വരുന്ന ചുറ്റുപാടിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ വളരെ ഇമോഷണൽ ആണ്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ തന്നെ അവര് വേറൊന്നും ചിന്തിക്കാൻ അവർക്ക് സാവകാശമില്ല. അവർ ജീവൻ കളയുവാണ്. എന്തോരം മനുഷ്യർ സർവൈവ് ചെയ്തൊരു നാടാണെന്നറിയാവോ? പക്ഷെ ഈ 2 കുട്ടികളെ കൊണ്ടൊക്കെ എവിടെ പോകുന്നുള്ള ചിന്താഗതി ആയിരിക്കാം പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. അവര് കല്യാണം കഴിച്ചു വിട്ട് അവര് ഒരു തൊഴിലില്ലാതെ 2 കുട്ടികളെയും കൊണ്ട് വീട്ടിലിരിക്കേണ്ട അവസ്ഥ. അവരെ മുൻപോട്ടേക്ക് എങ്ങനെ ജീവിപ്പിക്കും? ഇതുപോലെ ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യരുടെ കൈകളിൽ പെൺകുട്ടികൾ പെട്ടുപോയാല് മരണം തന്നെയാണ് വിധി. അവർ സ്വയം അങ്ങ് വിധി എഴുതുകയാണ്. ഇനി പറ്റൂല. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇപ്പൊ ഈയിടെ നടന്ന കേസുകളിൽ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഒരു 10 മാസം പ്രായമുള്ള കുട്ടി എന്ന് പറയുമ്പോൾ എന്തായാലും അത് ഒരു മുലപ്പാല് കുടിക്കുന്ന കുട്ടിയായിരിക്കും. അടുത്ത ആള് പ്രഗ്നന്റ്. അപ്പൊ എന്തോരം ആ പെണ്ണ് മാനസികമായിട്ട് തകർന്നിട്ടുണ്ടാവും. നമുക്ക് ഒരു തവണ പ്രസവിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ആ ഡിപ്രഷൻ മാറൂല. നമ്മൾ മെന്റലിയും ഫിസിക്കലി എല്ലാം നമ്മൾ ഇല്ലാതായി പോവാണ്. നമ്മുടെ ശാരീരിക അവസ്ഥ തന്നെ മാറും. പണ്ട് എല്ലാവരും പറയും ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നാൾ കഴിയുമ്പോൾ ഓക്കെ ആവും. പക്ഷെ ഇപ്പോഴത്തെ തലമുറ അത് മാനസിക ശാരീരിക ആരോഗ്യങ്ങൾ വീണ്ടെടുക്കാനായിട്ട് അവർക്കൊരു നിശ്ചിത സമയവും അത്രയും പിന്തുണയും തന്നെ വേണം. അത് കിട്ടാത്തടുത്താണ് ഇത്രയും പെൺകുട്ടികൾ പെട്ടെന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ഈ കേസിൽ എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. അവരുടെ സാമൂഹിക ചുറ്റുപാടുകളും അല്ലെങ്കിൽ കുടുംബക്കാരും ഒന്നും ആ കുട്ടിയെ പിന്തുണയ്ക്കാൻ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഇതുപോലെ മെസ്സേജ് അയച്ച ആ കുട്ടി ആത്മഹത്യ ചെയ്യോ? എന്നെ പെട്ടെന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവക്കങ്ങ് ഇറങ്ങി പോയാൽ മതിയായിരുന്നു. കുട്ടികളെ അവിടെ ഇട്ടിട്ടായാലും അവൾ ആദ്യം സ്വന്തം ജീവൻ രക്ഷിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടായില്ല. എന്തായാലും അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ തന്നെ ആ അമ്മയെയും അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. കാരണം അമ്മ എന്നെ ഉപദ്രവിക്കുന്നു, അമ്മായിയമ്മ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ള കാര്യം പെൺകുട്ടി മെസ്സേജിൽ അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ സ്പോട്ടിൽ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇവര് റിമാൻഡിൽ ഇടുമ്പോൾ ഇവരൊക്കെ ഇനി 120 ദിവസം റിമാൻഡിൽ ഇടും. ഇനി പെട്ടെന്ന് വിചാരണ നടത്താം. ഇത്തരം സ്പെഷ്യൽ കേസുകളെ കൺസിഡർ ചെയ്ത് ഒറ്റ മാസം കൊണ്ട് വിചാരണ, കുറ്റപത്രം സമർപ്പിച്ച ശേഷം 1 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി പിന്നീട് ഇവർ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരാത്ത രീതിയിൽ ഇവരെ കുറച്ച് ശിക്ഷകൾ അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ. സമൂഹം എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു സമൂഹമാണ്. എന്തോരം ഈ പെൺകുട്ടികൾ ആത്മഹത്യയിട്ട് വീണ്ടും വീണ്ടും ഇതേ ഭർത്താവും ഇതേ അമ്മയും ഇതേ വാർത്ത അറിയുന്നവർ, ഇതേ മനുഷ്യരെ അറിയുന്നവരൊക്കെ, വാർത്തകൾ അറിയുന്നവരൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവർക്ക് ശക്തമായിട്ടുള്ള ശിക്ഷ വിധിക്കണം. അത് നീണ്ടു പോകരുത്. ഒന്ന് റിമാൻഡിലായി ഇറങ്ങി പിന്നെ അവർക്ക് കുറെ സമയം കിട്ടുവാണ്. ആ സമയമാണ് ഇവരെ ശക്തരാക്കുന്നത്. അവർ മെന്റലി പ്രിപ്പയർഡ് ആവും. ജയിലിൽ കിടക്കാൻ അല്ലെങ്കിൽ എഴുതി തള്ളാനുള്ള സാധ്യതയുണ്ട്. അവര് നല്ല പൈസ കൊടുത്ത് വക്കീലിനെ വേണമെങ്കിൽ കാണാം. അതിനൊന്നും ഒരു സാവകാശം കൊടുക്കാതെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം വീണ്ടും 1 മാസത്തിനകത്ത് വിചാരണ പൂർത്തിയാക്കണം സാധിക്കണം. അതാണ് ഇത്തരം കേസുകളിൽ വേണ്ടത്. മാത്രമല്ല നമ്മുടെ പെൺകുട്ടികളെ വളരെ ഈ ഒരു കാര്യത്തിൽ നമുക്കറിയാം വിഭജിക, അതുല്യ, റീന, ഉമ, വിസ്മയ, ഇപ്പോൾ ഈ ഒരു പേര് കൂടെ അതിൽ ഉൾപ്പെടുകയാണ് പട്ടികയിലേക്ക്, ഫസീല. ഇത്തരത്തിൽ പേരുകളൊക്കെ ഓരോ പ്രാവശ്യം ആവർത്തിക്കുകയാണ്. അത് മലയാള നാടനും പ്രവാസ ലോകത്തിനൊക്കെ ഏറെ തീരാവേദനായ പേരുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് എത്രയോളം നിയമങ്ങൾ കർശനമാകുമ്പോഴും അല്ലെങ്കിൽ ശക്തമാകുമ്പോഴും സ്ത്രീകൾക്കെതിരായ ഗാർഹിക പീഡനങ്ങൾക്ക് കുറവില്ല എന്ന് തന്നെയാണ് ഈ ഓരോ പേരുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു, അല്ലെങ്കിൽ ആര് ഉത്തരം നൽകും? കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് ഓരോ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ഇത്തരത്തിൽ അതിക്രൂരമായ
അതിക്രമങ്ങളുടെ നേർക്കാഴ്ചകൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നതും. അത് നമ്മൾ ചർച്ചയാകുന്നു, അത് ചർച്ചകൾ കഴിയുന്നു, ഓരോ മരണങ്ങൾ സംഭവിക്കുമ്പോൾ അതൊക്കെ ഒരു ഘടകമായി മാറുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ മരണങ്ങൾക്കും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു വിവാഹത്തിനായിട്ടുള്ളൊരു പ്രധാന ഘടകമുണ്ട്, അല്ലെങ്കിൽ പ്രധാന ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീധനം തന്നെയാണ്, അല്ലേ? അതെ, ഇപ്പൊ ഈ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം പേഴ്സണൽ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അവർക്ക് ഒരു ഫാമിലി, അവർക്ക് ആ പേഴ്സണൽ വിഷയമാണ്, അപ്പൊ അവർക്ക് അങ്ങ് പരിഹരിക്കാലോ, അങ്ങനെ ഒരു ധാരണ കുറെ പേരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു അവനവന്റെ പ്രശ്നമായിട്ട് മാത്രം കാണുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മനുഷ്യൻ മടുത്തു, ഇത് കണ്ടു കണ്ട് മനുഷ്യൻ മടുത്തു പോവുകയാണ്. എത്ര പറഞ്ഞാലും തിരുത്താത്ത ഒരു സമൂഹത്തോട് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പോഴത്തെ തലമുറയിലെ പെൺകുട്ടികളാണ് ഒട്ടും സർവൈവ് ചെയ്യാത്തത്. 24-25 ഈ ഒരു 2000 കിഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്കാണ് ഒട്ടും സർവൈവ് ചെയ്യാൻ സാധിക്കാത്തത്. അവർക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള ഒരു സമയം അവർക്ക് തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു 6 മാസവും പിന്നെ അതുപോലെ തന്നെ 1.5 വയസ്സുമുള്ള 2 കുട്ടികളുള്ള ഒരു അമ്മ സ്റ്റേഷനിൽ വന്നിട്ട് പോലീസിനോട് പറഞ്ഞു, ഈ കുട്ടികളെ വേണമെങ്കിൽ എന്റെ ഭർത്താവ് കൊണ്ടുപോയിക്കട്ടെ, ഞാൻ എന്റെ കാമുകന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 കൂട്ടരെയൊക്കെ വിളിച്ചു വരുത്തി ഇന്നലെ വളരെ ഭയങ്കര വിഷയമുണ്ടായി. ആ 6 മാസം പ്രായമുള്ള കുട്ടിയെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ആ പെണ്ണ് കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയി. അപ്പൊ ആ നാളെ എന്റെ കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നു ഇപ്പൊ ചിന്തിക്കാനുള്ള ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും സാവകാശം അവര് തന്നെ അവരോട് കാണിക്കുന്ന വലിയൊരു നീതികേടാണ്. കാരണം ജീവിതം 1-2 ദിവസം അല്ലല്ലോ. നമ്മൾ ഇമോഷണലായി ഇരിക്കുന്തോറും നമ്മൾ അത് വേഴ്സ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും എന്ത് തീരുമാനമായിരുന്നാലും. അപ്പൊ നമ്മള് സ്കൂൾ തലം തൊട്ട് കുട്ടികൾക്ക് കൃത്യമായി നമുക്ക് ഇനി ഇമോഷണലി അവരെ സ്ട്രോങ് ആക്കാനുള്ള ചെറിയ പ്രായം തൊട്ടേ നമ്മളത് അവർക്ക് കൊടുക്കണം. കാരണം നമ്മുടെ ഈ ഒരു കാര്യം എന്തെന്നാൽ നമുക്കറിയാം ശ്രീമതി ധന്യരാമൻ, നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ഈ സംസ്ഥാനത്തെ മറ്റ് വിഷയങ്ങൾ പോലെ തന്നെ ഇതും വളരെ വലിയ കോവിഡിനേക്കാളും അതിശക്തമായി തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പെൺകുഞ്ഞുങ്ങൾ മുതൽ 90 കഴിഞ്ഞ മുത്തശ്ശിമാർ വരെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും എല്ലാം അതിക്രമങ്ങൾക്ക് വിധേയരാകുകയാണ്. നമ്മുടെ ഇവർക്കുണ്ടാകുന്ന അപമാനം, ഭയം, ലജ്ജ, നീതിന്യായ വ്യവസ്ഥയോടുള്ള അവരുടെ ഒരു വിശ്വാസമില്ലായ്മ, ഇതൊക്കെ ഓരോ സ്ത്രീകൾക്കും ഇടയിലുണ്ട്. പക്ഷേ ഓരോ വർഷം തോറും കഴിയുമ്പോൾ കണക്കുകൾ കൂടുന്നതല്ലാതെ ഇതിനെതിരെ ഒരു ശാശ്വതമായൊരു പരിഹാരം, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന്റെ പഴി കേൾക്കേണ്ടി വരുമോ, പൊതുസമൂഹത്തിന്റെ പഴി കേൾക്കേണ്ടി വരുമോ, ഭയമില്ലാതെ ജീവിക്കാൻ എങ്ങനെ സാധിക്കും? അത് തന്നെയാണ് ഈ മനുഷ്യരിൽ ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം രാവിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഓഫീസർ എത്തിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എത്തുന്ന കേസുകളെ കുറിച്ചാണ്. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരേപോലെയുള്ള കേസുകളാണ്. അതായത് ഒരു റേപ്പ് കേസ് ഉണ്ടാവും, ഒരു പോക്സോ കേസ് ഉണ്ടാവും, പിന്നെ മയക്കുമരുന്ന് കേസ് ഉണ്ടാവും. ഇതുപോലെ പ്രായപൂർത്തിയായ ആൾക്കാർ, ഒരു 45-50 വയസ്സായിട്ടുള്ള ആൾക്കാർ ഒളിച്ചോടുന്ന കേസുകൾ ഉണ്ടാവും. ഇപ്പൊ ആ ഭൂമി കൈയേറ്റം അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ, ഇതൊക്കെ നിന്ന് ഇപ്പൊ റേപ്പും, സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇത്തരം കേസുകളുടെ എണ്ണം ഈ ഒരു 2-3 വർഷം കൊണ്ട് 10 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത്രയാണ്. ഒരു പോലീസുകാർക്കും നിൽക്കാൻ സ്റ്റേഷനിൽ സമയമില്ല. കാരണം ഈ കുടുംബ പ്രശ്നങ്ങൾ അവരുടെ മുൻപിലേക്ക് എത്തുന്നതൊക്കെ അവർ പരിഹരിച്ചു വിടാനോ, അല്ലെങ്കിൽ അടുത്ത സ്നേഹിതയിൽ അറിയിക്കാനോ, അല്ലെങ്കിൽ അടുത്ത വനിതാ ശിശു വികസന വകുപ്പിനെ അറിയിക്കാനോ, ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനോ ഒക്കെ കുറച്ച് നമ്പറുകളെ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാത്ത, മനുഷ്യരോട് പറയാത്ത അത്തരം സാഹചര്യങ്ങളുള്ളവരാണ് ഈ വീടിനകത്ത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാന്ന് അവർ തന്നെ അങ്ങ് വിശ്വസിക്കുവാണ്. നമുക്ക് ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഇങ്ങനെ പോയാൽ വളരെ പാടായിരിക്കും. ഇനി ആത്മഹത്യകൾ പെരുകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു പെൺകുട്ടി 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ തൊടയടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് അച്ഛൻ. അപ്പൊ കാസർഗോഡ് നിന്നാണ്. അപ്പൊ ആ പെൺകുട്ടി എന്നെ വിളിച്ചു. ഞാൻ അപ്പൊ തന്നെ ആ കുട്ടീനെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. 2 കുട്ടികളെ എടുത്ത് രാജപുരം പോലീസ് സ്റ്റേഷനിൽ വന്നു. SHO രാജേഷ് എന്നാണ് പേര്. അദ്ദേഹം ഉടനെ തന്നെ അവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റേണ്ട എല്ലാം പെട്ടെന്ന് എഴുതി കൊടുത്തു. അതുകൊണ്ട് വിതിൻ 1 മണിക്കൂറിനകത്ത് അവർ ഷെൽട്ടർ ഹോമിൽ എത്തി. അവർ സേഫായി. ഇല്ലെങ്കിൽ ആ അമ്മ 2 കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തേനെ. ആത്മഹത്യക്ക് പോകുമ്പോ അങ്ങനെയാണ് അതിന് തൊട്ട് അയൽവാസിയാണ് പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ കയ്യിലുള്ള നമ്പർ എടുത്ത് വെച്ച് വിളിച്ചതാണ്.
അപ്പൊ അങ്ങനെയാണ് മനുഷ്യന് ആ സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് കിട്ടണം. ആ ഒരു മനസ്സിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ആ സമയത്ത് ഒരാളുണ്ടെങ്കിലേ മനുഷ്യർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് ഇന്നോ ഇന്നലെയോ അല്ല ഈ ഒരു മർദ്ദനവും ക്രൂരമായിട്ടുള്ള പീഡനവും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അതിനു മുമ്പേ ആ വീട്ടുകാരോട് പറയാനുള്ള ഒരു ധൈര്യം ആ കുട്ടിക്ക് കിട്ടണമായിരുന്നു. കാരണം 23 വയസ്സേ പ്രായമുള്ള, അപ്പോഴേക്കും ഒരു കുഞ്ഞായി, അടുത്ത കുഞ്ഞായി, അങ്ങനെ അവരുടെ ജീവിതമേ മറ്റൊരു തലങ്ങളിലേക്ക് ചിന്തിക്കുകയാണ്. ഇത്രത്തോളം കാലഘട്ടം മാറി എന്നൊക്കെ പറഞ്ഞാലും നമ്മളിൽ പലരും ഈ ഒരു മറ്റൊരു മുഖം വെച്ച് ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് 23 വയസ്സായാലേ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 23 വയസ്സായപ്പോ നമുക്ക് എത്ര ബുദ്ധിയും ബോധവും ഉണ്ടായിരുന്നു? നമ്മൾ എത്ര സമൂഹത്തെ പഠിച്ചിട്ടുണ്ട്? നമുക്ക് ആവപ്പാടെ നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ അയലോക്കത്തുള്ളവരെ മാത്രമേ അറിയാവുള്ളൂ. അവിടുന്ന് നമ്മൾ വേര് പിഴുത് വേറൊരു വീട്ടിൽ പോവുകയാണ്. അവിടെ വേറൊരു കൾച്ചറാണ്. അവിടെ ഒരു പെൺകുട്ടിയെ സ്വീകരിക്കാനായിട്ടുള്ള മാനസികാവസ്ഥയിൽ അവരിയ്ക്കണമെന്നില്ല. അവർക്കൊരു വേലക്കാരി, അവർക്കൊരു പെണ്ണിനെ കിട്ടിയാൽ മതി. അവരുടെ പയ്യന് ഒരു പെണ്ണിനെ കിട്ടണം, അവന്റെ ആവശ്യങ്ങൾ നടക്കാൻ ഒരു പെണ്ണിനെ കിട്ടണം. അവിടെ കൊണ്ടുവന്ന് ചറവറ പ്രസവിക്കും. ഇതുപോലെ എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം ഉണ്ടായാൽ അതിന് പിന്തുണയ്ക്കാതെ, അത് അന്യ വീട്ടിൽ നിന്ന് വന്ന കുട്ടി എപ്പോഴും അന്യ വീട്ടിൽ നിന്ന് വന്ന കുട്ടി തന്നെയാണ്. എത്ര പേര് സ്വന്തം ഒരു മരുമോളെ സ്വന്തം മകളായിട്ട് കൺസിഡർ ചെയ്യും? അല്ലെങ്കിൽ ഭർത്താവ് അടിക്കുമ്പോൾ ഭർത്താവിന്റെ അമ്മയെ അത് ചെയ്യരുത്, നീ നിന്റെ വീട്ടിൽ പോയിക്കോ, അല്ലെങ്കിൽ നീ അടുത്ത വഴി നോക്ക്, അങ്ങനെ ചെയ്യരുതെന്ന് ആൺമക്കളോട് എത്ര അമ്മമാര് പറയും? ഇല്ല, അവര് പറയും എടാ നീ ഡിവോഴ്സ് ചെയ്ത് അടുത്ത നല്ല സ്ത്രീധനം കൊണ്ടുവന്ന് അടുത്ത പെണ്ണിനെ കെട്ടാനേ പറയത്തുള്ളൂ. ഇവിടുത്തെ ഒട്ടുമിക്ക കുടുംബ പശ്ചാത്തലങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ആ നേരത്ത് ഭർത്താവിന്റെ അമ്മയ്ക്കായാലേ അത് ചെയ്യാൻ പാടില്ല എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മരിക്കുമോ? ഇവരെല്ലാരും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന 23 വയസ്സുകളിലൊക്കെ നമുക്ക് തന്നെ എത്ര ബോധമുണ്ട്? നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും നമുക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് അല്ലടോ 23, 24 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. മനുഷ്യന് ഇനിയും പക്വത വന്നാലേ ഒന്ന് പ്രസവിച്ച ആ കുട്ടിയെ വേറൊരു മനുഷ്യനെ നമ്മൾ വളർത്തിയെടുക്കുകയാണ്. നമ്മൾ തന്നെ പ്രസവിച്ച് നമ്മൾ തന്നെ വളർത്തിയെടുക്കേണ്ട സാഹചര്യത്തിൽ എത്ര നമുക്ക് മാനസിക പിന്തുണ വേണം? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.